ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിൻ്റെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഓൾറെഡി കോശത്തിൻ്റെ ഒരു ഭാഗം പഠിച്ചു അല്ലേ. നമ്മൾ ഓൾറെഡി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നമ്മൾ കോശം എന്താണെന്നും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് നമ്മൾ എടുത്തു. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ PSC ചോദിക്കാറുള്ളതോ അല്ലെങ്കിൽ ആ ഒരു മോഡലിലുള്ളതോ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഓക്കെ അല്ലേ? ആദ്യത്തെ ചോദ്യം നോക്കിയാടാ, ഇത് 2025 റീസെൻ്റ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ പഠിച്ച ആ ഒരു മേഖലയിൽ നിന്നും PSC റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കിക്കേ, ചോദ്യം എന്താണ്? റോബർട്ട് ബ്രൗൺ. ഓക്കെ, റോബർട്ട് ബ്രൗണിനെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്? റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എന്താണടാ? ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, നമ്മളെപ്പോഴും ചോദ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. തെറ്റായവ ഏത്, ശരിയായവ ഏത്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിച്ച് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ചോദ്യം എപ്പോഴും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വായിക്കണം. ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആണോ? റോബർട്ട് ബ്രൗൺ ആണോ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്? അല്ല. അതാരായിരുന്നു? തിയോഡർ ഷ്വാൻ ആയിരുന്നു അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വിഭജിക്കാത്ത കോശങ്ങളെ നിരീക്ഷിച്ചു. അതാണോ? അല്ല. അപ്പൊ ഇത് രണ്ടും അല്ല. പിന്നെയോ? കോശകേന്ദ്രം കണ്ടെത്തി. ആണല്ലേ, റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിയാണ്. എന്നാൽ ലാസ്റ്റത്തെ ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരായിരുന്നടാ? ശ്ലീഡൻ ആയിരുന്നു അല്ലേ. MJ ശ്ലീഡൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി, കോശകേന്ദ്രം കണ്ടെത്തി എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഇത് ഞാൻ പറഞ്ഞു 2025 റീസെന്റ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. കോശ സിദ്ധാന്തം, നമ്മൾ കോശ സിദ്ധാന്തം പഠിച്ചല്ലേ. ആ കോശ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അവിടെയും ശരിയായ പ്രസ്താവനകൾ നോട്ട് ചെയ്യുക. ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേടാ, ആദ്യത്തേത്, എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിത് പഠിച്ചു അല്ലേ. നമ്മുടെ ശ്ലീഡനും ഷ്വാനും ചേർന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, അതുപോലെ ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളും അല്ലേ. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങളിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തെ, ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. അതും കോശ സിദ്ധാന്തത്തിൽ ഉള്ളതാണ്. മൂന്നാമത്തെ നോക്കിയടാ, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ ശ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ്. ആണല്ലേ, ആവിഷ്കരിച്ചതാണ്. അപ്പൊ ആവിഷ്കരിച്ചത് ഇവർ രണ്ടുപേരും അല്ലേ. അപ്പൊ അത് ശരിയാണ്. പക്ഷെ പരിഷ്കരിച്ചത് ആരായിരുന്നു? റുഡോൾഫ് വിർഷു ആയിരുന്നു. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണടാ? ശരിയല്ലേ. അപ്പൊ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ഡി, 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ പെയർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേടാ, ഇത് കുറച്ച് നമുക്ക് കാണുമ്പോൾ നമ്മൾ ആദ്യം എന്തോ നമ്മളെ കിളി പോവല്ലേ. എന്നാൽ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു നോക്കുക. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ലാമാർക്കാണോ? അല്ല. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ ആണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ലാമാർക്ക് എന്തായിരുന്നു? മറ്റേ ബയോളജി എന്നുള്ള പദം നിർദ്ദേശിച്ചത്, ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ അതല്ല. ഇനി സസ്യശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, ജന്തുശാസ്ത്രത്തിന്റെയും ജീവശാസ്ത്രത്തിന്റെയും പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പക്ഷേ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരല്ലടാ? അരിസ്റ്റോട്ടിൽ അല്ല. പിന്നെ ആരായിരുന്നു? നമ്മൾ പഠിച്ചു അല്ലേ, തിയോഫ്രാസ്റ്റസ് ആയിരുന്നു. അപ്പൊ ഇതും എന്താണ്? ഈ പേരും തെറ്റാണ്. മൂന്നാമത്തെ പേര് നോക്കിക്കേടാ, സൈറ്റോളജിയുടെ പിതാവ്. നമ്മൾ പഠിച്ച മറ്റേ കോശവിജ്ഞാനം അല്ലെങ്കിൽ സെൽ ബയോളജി, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ സൈറ്റോളജിയുടെ പിതാവ് ആരാണടാ? റോബർട്ട് ഹുക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയാണല്ലേ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ പേര്? ശരിയാണ്. അടുത്ത് നോക്കിക്കേ, കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് തിയോഡർ ഷ്വാൻ ആണ്. ആണോ? നമ്മൾ കുറച്ച് തൊട്ട് മുന്നേ ചോദ്യം നോക്കിയിട്ടാ വന്നല്ലേ. തിയോഡർ ഷ്വാനും ശ്ലീഡനും ചേർന്നാണ് അത് ആവിഷ്കരിച്ചത്. പക്ഷെ പരിഷ്കരിച്ചത് ആരായിരുന്നടാ? റുഡോൾഫ് വിർഷു ആയിരുന്നു. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തിയോഡർ ഷ്വാൻ. അടുത്ത ആരാണടാ?
തിയോഡർ ഷ്വാൻ ആണ് അല്ലേ. തിയോഡർ ഷ്വാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ, തിയോഡർ ഷ്വാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞനായിരുന്നു. എന്താണ്? ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞൻ. കറക്റ്റ് അല്ലേ? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞൻ ആണ്. ഇനി എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അദ്ദേഹം എന്ത് കണ്ടെത്തി? എല്ലാ ജന്തുക്കളും അല്ലെങ്കിൽ അവരുടെ ശരീരം എന്താണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇനി ശ്ലീഡനാണ് സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഇനി ജന്തുകോശങ്ങൾക്ക് നേർത്ത ഒരു ബാഹ്യസ്തരം ഉണ്ടെന്നും അതിനെ എന്താണ് പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ വിളിച്ചു. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് മൂന്നും അതിന് ശരിയാണ്. നാലാമത്തെ നോക്കിക്കേടാ, ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന പരികല്പനയ്ക്ക് രൂപം നൽകി. ഓക്കെ, അതും എന്താണ് ശരിയാണ്. അപ്പൊ നമ്മുടെ ഇതിലെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. 1, 2, 3, 4 എന്നിവയെല്ലാം എന്താണ് ശരിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏത്? ശ്രദ്ധിക്കുക, എപ്പോഴും ശരിയാ. നമ്മൾ ഇത്ര നേരം നോക്കി ശരിയായവ ഏതൊക്കെ എന്നായിരുന്നു അല്ലേ. അപ്പൊ തെറ്റായവ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഏതെന്നാണ്. ഓക്കെ, നോട്ട് ചെയ്യാം. നോക്കിക്കേ, എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. ആണോ? തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടാ വന്നല്ലേ. എന്താണ് നോക്കിയിട്ടാ വന്നത്? തിയോഡർ ഷ്വാൻ ആരുമായിട്ട് ബന്ധപ്പെട്ട ജന്തുശാസ്ത്രജ്ഞനാണ് അല്ലേ. അദ്ദേഹം ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് കണ്ടെത്തിയത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണെന്നാണ്. ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ അല്ലെങ്കിൽ എല്ലാ ജന്തുക്കളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ശ്ലീഡനാണ്. ആണോ? അല്ല. എല്ലാ ജന്തുക്കളുടെയും കോശങ്ങൾ അല്ലെങ്കിൽ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഷ്വാൻ ആണ്. അപ്പൊ ഇതും തെറ്റ്. അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അല്ലേ. ഈ രണ്ടെണ്ണോ, ഈ എല്ലാ സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ശ്ലീഡനും എല്ലാ ജന്തുക്കളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റേറ്റ്മെന്റ്സ് മാറിക്കിടക്കണം. അപ്പൊ രണ്ടും തെറ്റാണ്. ഇനി നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോ ആണ്. ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. അത് ശരിയല്ലേടാ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ. നമ്മുടെ കോശ സിദ്ധാന്തത്തിൽ മൂന്നാമതായിട്ട് ഒരു ശാസ്ത്രജ്ഞൻ ഒരു പോയിന്റ് ആഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതാണ് എന്ത്? മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. അത് ആരാണ് ആഡ് ചെയ്തത്? റുഡോൾഫ് വിർഷോയാണ്. അദ്ദേഹമാണ് അതിന് എന്ത് ചെയ്തത്? പരിഷ്കരിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇത് ശരിയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതിൽ ശരിയായവ ഏതെന്നല്ല. ശരിയായവ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 നമുക്ക് ഉത്തരം പറയായിരുന്നു. പക്ഷെ അല്ല, തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ നേരെ നമുക്ക് 3 ശരിയാണെന്ന് തോന്നും. നമ്മൾ ഈ ഓപ്ഷൻ എയുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അത് ശരിയാണോ? തെറ്റിപ്പോകത്തില്ലേ? എന്താണ് തെറ്റായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം എന്താണെടാ? 1, 2 എന്നിവ. 1, 2 ആണ് എന്ത് തെറ്റായിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏകകോശ ജീവിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? എളുപ്പമാണല്ലേ. ഉദാഹരണം അല്ലാത്തത്. ഉദാഹരണം ആണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഉദാഹരണം അല്ലാത്തത് നമുക്കറിയാം. ഏതാണടാ? അമീബയും ബാക്ടീരിയയും പാരമീസിയും എന്താണ്? ഏകകോശ ജീവിക്ക് ഉദാഹരണമാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ ആരാടാ ഉള്ളത്? സസ്യങ്ങളാണല്ലേ. സസ്യങ്ങൾ എന്തിന് എക്സാമ്പിൾ ആണടാ? ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോ ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, സസ്യങ്ങൾ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ. ഓക്കെ, ഞാൻ ആ ഒരു ക്ലാസ്സിൽ എത്രയോ തവണ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ഏതാണെടാ? കോശങ്ങളാണ് അല്ലേ. ഏതാണ്? കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് ആണ് അല്ലേ. കലകളാണോ? അവയവങ്ങളാണോ? അല്ല. കോശം ചേർന്ന് പിന്നീട് കോശങ്ങളുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? കലകളെന്ന് വിളിക്കുന്നു. പിന്നെ അത് ഒരുപാട് കലകൾ ചേരുമ്പോൾ അവയവങ്ങളായി മാറുന്നു. പിന്നീട് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ്? കോശത്തിൽ നിന്നാണ്. അപ്പൊ കോശമാണ് എന്ത്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, കോശങ്ങൾ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നടാ? ഇവിടെ നോക്കിക്കേ. ബയോളജി ആണോ? മോർഫോളജി ആണോ? ഹിസ്റ്റോളജി ആണോ? കോശവിജ്ഞാനീയമാണോ? കോശവിജ്ഞാനീയമാണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറെ പേരുകൾ ഏതൊക്കെയാ? സെൽ ബയോളജി, പിന്നെ ഞാൻ ഒരു പേരും കൂടെ പറഞ്ഞത് സൈറ്റോളജി അല്ലേ. അപ്പൊ കോശവിജ്ഞാനീയമാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേടാ.
കോശവിജ്ഞാനീയത്തിന്റെ പിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോശവിജ്ഞാനത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അന്ന് നമ്മൾ റോബർട്ട് ഹുക്കിന്റെ സംഭാവനകളെ പറ്റി പഠിച്ചപ്പോൾ അതിന്റെ തൊട്ടടുത്ത സ്ലൈഡിലാണ് നമ്മൾ പഠിച്ചതല്ലേ കോശവിജ്ഞാനത്തെ പറ്റി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് നമ്മുടെ റോബർട്ട് ഹുക്കാണ് കോശവിജ്ഞാനത്തിന്റെ പിതാവ് എന്ന് ഞാൻ അന്ന് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അവിടെ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യം ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയ വർഷം. റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയ വർഷം ഏതാണടാ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഏതാണ്? 1665. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, സെല്ല. അന്ന് ഞാൻ പറഞ്ഞു റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു? മറ്റേ കോർക്കിന്റെ ഭാഗത്തെ, ഓക്കുമരത്തിന്റെ ആ ഒരു കോർക്കിന്റെ ഭാഗത്തെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ഞാൻ ഒരു തേനീച്ച കൂടിന്റെ പോലത്തെ പടമൊക്കെ കാണിച്ചു തന്നല്ലേ? അതിനകത്ത് എന്താണ്? അറകൾ പോലെ കണ്ടു. അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? സെല്ല എന്ന് വിളിച്ചു. ഇനി ഈ സെല്ല എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണെന്നും ആ പദത്തിനൊരു അർത്ഥമുണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞു തന്നടാ? ചെറിയ മുറി. വലിയ മുറി എന്നാണോ പറഞ്ഞു തന്നത്? അല്ല, ചെറിയ മുറി എന്നാണല്ലേ ഞാൻ പറഞ്ഞു തന്നത്. സോ ചെറിയ മുറിയാണ് ആൻസർ. ഓപ്ഷൻ ബി, ചെറിയ മുറിയാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയടാ, ജീവകോശം അല്ലെങ്കിൽ ജീവനുള്ള കോശം. ഓക്കെ, ഇത് ഞാനന്ന് പറഞ്ഞു തന്നു. മറ്റേ ആൾ എന്താണ്? ഓക്കുമരത്തിൽ നിന്നെടുത്തൊരു ഉണങ്ങിയ ഇതിനെയാണ് നോക്കിയത്. രണ്ടാമത് വേറൊരാൾ വന്നു. ആ വ്യക്തി എന്താ ചെയ്തത്? കുളത്തിൽ നിന്നെടുത്ത കുറച്ച് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു? അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അതിനകത്ത് എന്ത് കണ്ടെത്തിയടാ? സൂക്ഷ്മജീവികളെ കണ്ടെത്തി. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ജീവകോശം അല്ലെങ്കിൽ ജീവനുള്ള കോശം. ജീവകോശം അല്ലെങ്കിൽ ജീവനുള്ള കോശം കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ലീവൻ ഹോക്കാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ലീവൻ ഹോക്കിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ലീവൻ, നമ്മൾ ലിവിങ് അല്ലെങ്കിൽ ലിവ് എന്നൊക്കെ പറയുന്നത് ജീവനുള്ള എന്നുള്ള അർത്ഥമല്ലേ? ലിവിങ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ലീവ് എന്ന് പറയുമ്പോൾ ജീവനുള്ള എന്നുള്ള അർത്ഥമല്ലേ? അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. ജീവനുള്ള ആന്റൺ വാൻ, ഈ ലീവൻ വെച്ച് നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ആലോചിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയാടാ, കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഓപ്ഷൻസിൽ നോക്കിക്കേ. ഡിഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. അതെന്താണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. എക്സ്ട്രാ പഠിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നതാണ്. എന്താണടാ? അത് ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥമായിരുന്നു അല്ലേ? ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോശത്തിന്റെ ഘടന. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആദ്യമായിട്ട് കോശത്തിന്റെ ഘടന, കോശം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ. ഏതാണ്? മൈക്രോഗ്രാഫിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അവിടെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടില്ല, പല തരത്തിൽ ചോദ്യം നമ്മൾ കണ്ടു. സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇതുപോലൊരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. നോക്കിക്കേടാ, എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സസ്യങ്ങളാണ്. അപ്പൊ ആരാണടാ? ശ്ലീഡൻ ആണ് അല്ലെ? മത്തിയാസ് ജേക്കബ് ശ്ലീഡൻ. ശ്വാൻ ആരായിരുന്നു? ജന്തുക്കളുടേതാണല്ലേ? ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരായിരുന്നു? ശ്വാൻ ആണ് അല്ലെ? ആരാണ്? തിയോഡർ ശ്വാൻ. ഇവർ രണ്ടുപേരെയും ഇങ്ങനെ പഠിച്ചു വെക്കുക. തിയോഡർ ശ്വാൻ എന്താണ് കണ്ടെത്തിയത്? എല്ലാ ജന്തുക്കളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ്. ശ്ലീഡൻ എന്താ കണ്ടെത്തിയത്? എല്ലാ സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് പുള്ളിക്കാരൻ കണ്ടെത്തിയത്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേടാ. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞല്ലേ. അത് ആരാണ് കൊണ്ടുവന്നത്? റുഡോൾഫ് വിർഷോ ആണ്. ഇനി കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാലും അതും ആര് തന്നെയാണ്? റുഡോൾഫ് വിർഷോ തന്നെയാണ്, മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി ജീവദ്രവ്യം ഓർമ്മ വന്നല്ലോ. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത്. ഞാൻ അന്ന് ആ പിക്ചർ കാണിച്ചു തന്നിട്ട് പറഞ്ഞില്ല. അതിന് നമ്മൾ മർമ്മത്തിനെ അങ്ങ് എടുത്ത് മാറ്റി. ആ സെല്ലൊന്ന് ഓർക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് ആ മർമ്മത്തിന് അല്ലെങ്കിൽ ന്യൂക്ലിയസ്, ആ കോശത്തിനകത്ത് മാനേജറാണ് ആര്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് നമ്മളങ്ങ് എടുത്ത് മാറ്റി. ആ ബാക്കിയുള്ള ഭാഗത്തിനെ നമ്മൾ എന്താ പറയുന്നത്? ആ ദ്രവ്യത്തിനകത്ത് കിടക്കുന്ന ബാക്കിയുള്ള കോശാംഗങ്ങളെ എല്ലാം ചേർത്ത് എന്ത് പറയുമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയാടാ. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗം ഞാൻ പറഞ്ഞു തന്നു. ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? ക്ലോറോപ്ലാസ്റ്റ് ഞാൻ എഴുതിയിട്ടതൊക്കെ ഓർമ്മയില്ലേ? എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? മലയാളം ഹരിതകണമാണ്. ഇദ്ദേഹം എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ സസ്യങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ? അപ്പോൾ ആ സൂര്യപ്രകാശനത്തെ ആഗിരണം ചെയ്ത് അങ്ങനെ ആ ഒരു സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അവയെ സഹായിക്കുന്ന ആളാണ് ആര്? ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സോ ഇവിടുത്തെ ആൻസർ ഏതാണടാ? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ നോട്ട് ചെയ്യുക.
മനുഷ്യ ശരീരത്തിലെ എന്ന് പറയുന്നുണ്ട്, അല്ലാതെ ഏറ്റവും വലിയ കോശം എന്നല്ല ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതെന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അണ്ഡകോശം അല്ലെങ്കിൽ എന്താണെടാ, ഇംഗ്ലീഷിൽ ഓവം എന്ന് പറയും, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലേ സ്ത്രീകളിലെ. സോ അണ്ഡകോശമാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേടാ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം, നീളം കൂടിയ കോശം ഏതാണ്ടാ? നാഡീകോശമാണ് അല്ലേ. നീളം കൂടിയ കോശവും അതുപോലെ ആയുസ് കൂടിയ കോശവും ആര് തന്നെയാണ്? നാഡീകോശം തന്നെ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി നാഡീകോശമാണ് ഇവിടുത്തെ ഉത്തരം. ബാക്കി രക്തകോശവും അണ്ഡകോശവും പേശീകോശവും ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ വരരുത് അല്ലേ, കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കിയടാ. മനുഷ്യ ശരീരം അവിടെ പറയുന്നില്ല, സോറി. ഏറ്റവും വലിയ കോശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? ഏറ്റവും വലിയ കോശം. അവിടെ മനുഷ്യ ശരീരം ഒന്നും പറയുന്നേ ഇല്ല. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും വലിയ കോശം ഏതെന്നാണ്. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടക പക്ഷിയുടെ മുട്ടയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ആൻസർ? ഒട്ടക പക്ഷിയുടെ മുട്ട. ഇവിടെ ഓപ്ഷനിൽ മനുഷ്യന്റെ നാഡീകോശം, അമീബ, മൈക്കോപ്ലാസ്മ ഏറ്റവും ചെറിയ കോശമാണ് അല്ലേ. സോ മൈക്കോപ്ലാസ്മ എന്തായാലും വരത്തില്ല. സോ ഏറ്റവും വലിയ കോശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്? ഒട്ടക പക്ഷിയുടെ മുട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രം നമ്മൾ ഏതാണ്? അണ്ഡകോശവുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയാടാ. ഏറ്റവും ചെറിയ കോശം ഏതെന്ന് തന്നെയാണ്. ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്കോപ്ലാസ്മ അല്ലേ. മൈക്കോപ്ലാസ്മ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ വേറൊരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു? PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ മൈക്കോപ്ലാസ്മയാണ്. അവിടെ ഈസ്റ്റ്, ബാക്ടീരിയ, പാരമീസിയ ഒക്കെ ഓപ്ഷൻസിലുണ്ട്. അവിടെ എന്താവണ്ട, കൺഫ്യൂഷൻ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേടാ. ഒരൊറ്റ കോശം അല്ലേ, ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ബഹുകോശ ജീവികൾ, ഏകകോശ ജീവികൾ, യൂക്കാരിയോട്ടുകൾ, പ്രോക്കാരിയോട്ടുകൾ ആണോ? പ്രോക്കാരിയോട്ടോ യൂക്കാരിയോട്ടോ ആണോ? അല്ല. ഏതാണ്? ഒരൊറ്റ കോശം മാത്രമുള്ളതിനെ നമ്മൾ എന്താ പറയുന്നത്? ഏകകോശ ജീവികൾ. അവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഏറ്റവും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഏകകോശ ജീവികൾ. ഇനി അടുത്ത ചോദ്യം നോക്കിയടാ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ബഹുകോശ ജീവിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സസ്യങ്ങൾ ബഹുകോശ ജീവിയാണോ ഏകകോശ ജീവിയാണോ? സസ്യങ്ങൾ ഒരു ബഹുകോശ ജീവിയാണ് അല്ലേ. അപ്പൊ സസ്യങ്ങൾ ഉണ്ട്. ജന്തുക്കളും ബഹുകോശ ജീവിയാണ്. ഇനി ഈസ്റ്റ് ഒഴികെയുള്ള മറ്റു ഫംഗസുകൾ, അതും എന്താണെടാ? ബഹുകോശ ജീവി. ഞാൻ പറഞ്ഞു ഈസ്റ്റ് എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്. മറ്റു ഫംഗസുകളൊക്കെ എന്താണ്? ബഹുകോശ ജീവികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏത് വരുവാടാ? മുകളിൽ പറഞ്ഞവയെല്ലാം. കാരണം ഇവരെല്ലാവരും എന്താണ്? ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം ആണ് അല്ലേ. അപ്പോൾ ഉത്തരം എന്തായിട്ട് വരും? മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ. മർമ്മം, ന്യൂക്ലിയസ് കാണപ്പെടാത്ത ജീവികൾ. എന്താ ചോദിച്ചിരിക്കുന്നത്? ന്യൂക്ലിയസ് കാണപ്പെടാത്ത ജീവികളെ നമ്മൾ എന്താടാ പറയുന്നത്? പ്രോകാരിയോട്ടുകൾ എന്നാണോ അത് യൂക്കാരിയോട്ടുകൾ എന്നാണോ? ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും അല്ല, അത് മനസ്സിലായി. ഇനി യൂക്കാരിയോട്ടുകളാണോ പ്രോകാരിയോട്ടുകളാണോ? അതിലാരാണ്? പ്രോകാരിയോട്ടുകളാണ് അല്ലേ. അപ്പോൾ വ്യക്തമായിട്ട് ഒരു മർമ്മം ഇല്ലെങ്കിൽ, അവരുടെ കോശത്തിൽ വ്യക്തമായിട്ട് ഒരു മർമ്മം കാണപ്പെടുന്നില്ലെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്? പ്രോകാരിയോട്ടുകൾ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അവിടെയും ഡൗട്ട് വരേണ്ട കാര്യം ഇല്ല. ഇനി താഴെ പറയുന്നവയിൽ യൂക്കാരിയോട്ടിന് ഉദാഹരണം അല്ലാത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? യൂക്കാരിയോട്ടിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ്. ഓക്കെ, അപ്പം എന്തുമാത്രം കൺഫ്യൂസിങ് ആണെന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. യൂക്കാരിയോട്ടിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചപ്പോൾ നോക്കിയാൽ അമീബയുണ്ട്, സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്. യൂക്കാരിയോട്ടിന് ഉദാഹരണം അമീബ, ഉദാഹരണം ആണ്. ഇനി സസ്യങ്ങൾ ഉദാഹരണം അല്ല യൂക്കാരിയോട്ടിന്, ആണ്. അപ്പം ജന്തുക്കൾ എന്താണ്? യൂക്കാരിയോട്ടിന് ഉദാഹരണം ആണ്. അപ്പം അമീബയും സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? യൂക്കാരിയോട്ടിന് ഉദാഹരണം ആണ്. അപ്പം സയനോ ബാക്ടീരിയ പക്ഷേ യൂക്കാരിയോട്ടിന് ഉദാഹരണമാണോ? അല്ലല്ലേ, അത് പ്രോകാരിയോട്സിലാണ് നമ്മൾ പഠിച്ചത്. അപ്പം കൃത്യമായിട്ട് ഒരു മർമ്മമില്ലാത്ത ആളാണ് ആര്? സയനോ ബാക്ടീരിയ. അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ്? അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഉത്തരം ഏത് വരും? സയനോ ബാക്ടീരിയ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ബയോളജി എന്നുള്ള പദം നിർദ്ദേശിച്ചത് ആരാണ്? അത് ലാമാർക്കാണ്. നമ്മൾ പഠിച്ചു അല്ലേ. അരിസ്റ്റോട്ടിൽ എന്താണ്? ജീവശാസ്ത്രം അല്ലെങ്കിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവാണ്. തിയോഫ്രാസ്റ്റസ് ആരാണ്? സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. റോബർട്ട് ഹുക്ക് ആരാണ്? കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് അല്ലേ. കോശവിജ്ഞാനീയത്തിന്റെ പിതാവ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ ചോദ്യം എന്താണ്? ബയോളജി എന്നുള്ള പദം നിർദ്ദേശിച്ചത് ആരായിരുന്നു എന്നാണ്. അത് ആരാണടാ? ലാമാർക്കാണ്. ഓക്കെ, ലാമാർക്കാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ്
ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് അതാരാണ്? തിയോഫ്രാസ്റ്റസ് ഉണ്ട്, വില്യം റോക്സ്ബർഗ് ഉണ്ട്, അരിസ്റ്റോട്ടിൽ ഉണ്ട്, റോബർട്ട് ബ്രൗൺ ഉണ്ട്. ഓപ്ഷൻസിൽ ആരാണടാ? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ബി വില്യം റോക്സ്ബർഗ്. ആരാണ്? ഓപ്ഷൻ ബി വില്യം റോക്സ്ബർഗ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ജീവശാസ്ത്രത്തിന്റെയും ജന്തുശാസ്ത്രത്തിന്റെയും പിതാവ് ആരാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ്? അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ ആണല്ലേ. വില്യം റോക്സ്ബർഗ് ഇപ്പം നമ്മൾ നോക്കിയിട്ട് വന്നേ ഉള്ളൂ. അദ്ദേഹം ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. ലാമാർക്ക് ബയോളജി എന്നുള്ള പദം നിർദ്ദേശിച്ച ആളാണ്. ഇനി തിയോഫ്രാസ്റ്റസ് ആരാണ്? സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. സോ ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ്റെയും കാര്യം വരുന്നില്ല അല്ലേ. ഓക്കെ അല്ലേ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, അവിടെ എന്ത് പറയുന്നുണ്ടാ? ഏറ്റവും ചെറിയ കോശം എന്നാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, മനുഷ്യ ശരീരം. നിങ്ങൾ ക്വസ്റ്റ്യൻ വരും എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, ചെറിയ കോശമാണോ അങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്? അതോ മനുഷ്യ ശരീരം നമ്മുടെ എടുത്ത് പറയുന്നുണ്ടോ? ഇത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, തെറ്റിച്ച് വെക്കരുത്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അണ്ടകോശം എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ്, സ്ത്രീകളിലെ അണ്ടകോശം. ഇനി നാഡീകോശം എന്താണ്? നീളം കൂടിയത് അല്ലെങ്കിൽ ആയുസ് കൂടിയ കോശമാണ് അല്ലേ. ഇനി രക്തകോശമില്ല, പൂംബീജമാണല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്ടാ? പൂംബീജമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലേ, പല തരത്തിലുള്ള നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ്. റോബർട്ട് ബ്രൗണുമായിട്ട് വരുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ, അല്ലെങ്കിൽ തിയോഡർ ഷ്വാനുമായിട്ട് ശരിയായി വരുന്ന പ്രസ്താവനകൾ ഏവ, അല്ലെങ്കിൽ ഷ്ലീഡനുമായിട്ട് വരുന്ന തെറ്റായ പ്രസ്താവന, ഇങ്ങനെ പല രീതിയിൽ PSC എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് കാണുമ്പോൾ ചിലപ്പോൾ കിളി പോകാൻ ചാൻസ് ഉണ്ട്. അത് വരത്തില്ല. എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ വർഷം, ഈ ഓരോരുത്തരും എന്തൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ വർഷങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ്? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. ഓക്കെ, ഇവിടെ തന്നെ ഇപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഏറ്റവും ചെറിയ കോശം എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ ഓപ്ഷൻസിൽ പൂമ്പിച്ചുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത്. കാരണം ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമ്മൾ അപ്പോഴത്തെ ഒരു ധൃതിയിൽ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ കോശം കണ്ട പാടെ എന്ത് ചെയ്യും? അതുമായിട്ട് മുന്നോട്ടോ. അങ്ങനെയല്ല, കൃത്യമായിട്ട് വായിക്കണം. അവിടെ മനുഷ്യ ശരീരം എന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ച് എന്ത് ചെയ്യുക? ഉത്തരം എഴുതാൻ എപ്പോഴും ശ്രമിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? തെറ്റിച്ച് വെക്കരുത് അല്ലേ. നമുക്ക് അറിഞ്ഞിടാത്ത കാര്യം തെറ്റിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അറിയാമെന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അവിടെ പോയിരുന്ന് തെറ്റിച്ച് വെക്കരുത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വേറൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.